UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൂടി എത്തിയതോടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ ചൂട് ഏറി. TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നും ഷാഫി പറമ്പിൽ പ്രചാരണം തുടങ്ങി. TP വധം ഇത്തവണയും വടകരയിൽ പ്രചാരണ വിഷയമാകുമെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. തിരുത്താൻ CPIM ഇതുവരെ തയ്യാറായിട്ടില്ല. TPയുടെ മണ്ണ് ഇത്തവണയും UDFിനൊപ്പം നിൽക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ശക്തരായ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുമ്പിൽ വരുന്നത് ആദ്യമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വിലയിരുത്തിയത് നമുക്കറിയാം. പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ നേരിട്ട് വന്നിട്ട് ഇദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു. അദ്ദേഹം അവിടെ ഓഫീസ് വരെ തുറന്നു വെച്ചിടത്തുനിന്നാണ് പാലക്കാട്ടെ ജനങ്ങൾ ഞങ്ങൾ തിരികെ കൊണ്ടുവന്ന് അവിടെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ശക്തി അശക്തിയിലേക്ക് അതിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് തീരുമാനമെടുക്കുന്ന ജനങ്ങളുടെ ശക്തിയിലും അവരുടെ പൊളിറ്റിക്കൽ സെൻസിലുമാണ്. വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ഞങ്ങളെ ജയിപ്പിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. LDF സ്ഥാനാർത്ഥി KK ശൈലജ മണ്ഡലത്തിലെ ഒന്നാംവട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമായിരിക്കും ഇന്ന് പ്രചാരണത്തിനിറങ്ങുക. അരുൺ പൂപ്പറമ്പ വടകരയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഷാഫി എന്തൊക്കെ വിഷയങ്ങളിലാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? വേണു, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. LDF സ്ഥാനാർത്ഥി KK ശൈലജ നേരത്തെ തന്നെ ഒന്നാം ഘട്ട പ്രചാരണം ഏകദേശം പൂർത്തീകരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വരുമ്പോൾ അത് ആദ്യഘട്ടത്തിലൊരു സർപ്രൈസ് ആണെങ്കിൽ പോലും പിന്നീട് ഷാഫി പറമ്പിലിന് അതായത് സ്വീകരണ പരിപാടിയിലെ പങ്കാളിത്തം കൊണ്ട് കളം പിടിക്കാനായി എന്ന വിലയിരുത്തലാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്നലെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്നാണ് പ്രചാരണ പരിപാടികൾക്ക് ഔപചാരികമായി തുടക്കമായത്. അത് TP ചന്ദ്രശേഖരൻ വീട്ടിൽ നിന്നാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് പ്രചാരണ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കം കുറിച്ചത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശം അതിൽ നൽകുന്നുണ്ട്. വടകര ഇത്തവണയും TP ഫാക്ടർ വർക്ക് ചെയ്യും എന്ന ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ UDF അത്തരമൊരു ഓർമ്മപ്പെടുത്തലും സന്ദേശവുമാണ് നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 51 വെട്ട് പ്രത്യയശാസ്ത്രം അത് വടകരക്കാർ അംഗീകരിക്കില്ല എന്ന് ഷാഫി പറമ്പിൽ ഇന്നലത്തെ പ്രതികരണം ഉണ്ടായിരുന്നു. അത്തരമൊരു TP കൊലപാതകം ഈ തെരഞ്ഞെടുപ്പിലും വടകരയിൽ കൃത്യമായി രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് UDF അത്തരമൊരു ഓർമ്മപ്പെടുത്തൽ പ്രചാരണത്തിലാകെ അത് മുന്നോട്ട് വെക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് UDF നൽകുന്നത്. അതാണ് പ്രചാരണത്തിന്റെ ഔപചാരികമായ തുടക്കം TPയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.